രാജ്യം ഞെട്ടിയ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. ദീർഘനാളായി ക്രിമിനൽ ആസൂത്രണത്തോടെ തെളിവ് നശിപ്പിക്കലടക്കം പ്ലാൻഡായ ഒരു ആർത്തിക്കൊള്ള എന്നാണ് പുറത്തുവരുന്ന വിവരം. ചമ്പത്രായുടെ ഡ്രൈവർ ടിന്നു യാദവിനെ വല്ലാത്ത കോടികളുടെ വളർച്ചയ്ക്കൊപ്പം മറ്റൊരു പ്രതി അവിനാശ് ശുക്ല പ്രവർത്തിച്ചിരുന്ന യോഗ കേന്ദ്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് ഫണ്ട് പോകുന്ന ഒരു QR കോഡ് പതിപ്പിച്ച് പെട്ടിപിടിച്ചെടുത്തു. ആരുടെ പേര് പറയുന്നില്ലെങ്കിലും SIT കൊടുത്ത പ്രാഥമിക റിപ്പോർട്ടിൽ ഉന്നത ബന്ധങ്ങളുടെ സൂചനകൾ ഉണ്ട് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിൽ കള്ളപ്പണമുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ED വരുമെന്നും കേൾക്കുന്നു, ഉറപ്പില്ല. പക്ഷേ ഇന്ന് VHP അന്താരാഷ്ട്ര അധ്യക്ഷൻ അലോക് കുമാർ നമ്മുടെ വിരുദ വിജയോട് സംസാരിച്ചു. ഉപാധ്യക്ഷൻ ചമ്പത് റായിയെ ആ സ്ഥാനത്ത് മാറ്റില്ല, സമ്പൂർണ്ണ സംരക്ഷണം ചേർത്തുപിടിക്കാനാണ് VHP തീരുമാനം. അത് സംഘപരിവാറിന്റെ ആകെയുള്ള തീരുമാനമാകണം. സനാതൻ ധർമ്മത്തിന്റെ മറവിൽ കച്ചവട സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു എന്ന് സംഘപരിവാറിന് ആരോപിക്കുന്നു അഖിലേഷ് യാദവ്. അയോധ്യയിൽ ഭൂമിപൂജയ്ക്ക് നേതൃത്വം നൽകിയ, ശിലാന്യാസം നടത്തിയ, ഉദ്ഘാടനം നടത്തിയ, പ്രാണപ്രതിഷ്ഠ നടത്തിയ, ധ്വജാരോഹണം നടത്തിയ, ട്രസ്റ്റ് രൂപീകരണം നടത്തിയ പ്രധാനമന്ത്രി എന്തേ മാരക കൊള്ളയിൽ കമാന്ന് മിണ്ടുന്നില്ല എന്ന് ചോദിക്കുന്നു കോൺഗ്രസ്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തായാലും രാജ്യത്തെ കോടിക്കണക്കിന് ഹൈന്ദവരെ മുറിവേൽപ്പിച്ച കാട്ടുകൊള്ളയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, തലച്ചോറുകൾ വെളിപ്പെടുമോ അതോ 8 പേരിൽ ഒതുക്കിയ അന്വേഷണം അട്ടിമറിക്കുമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ആർ വി ബാബു, ശ്രീജിൽ മാക്കുറ്റി, ശ്രീ സെബാസ്റ്റ്യൻ പോളടുക്കർ, അമീൻ ഹസൻ എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ആർ വി ബാബു. ശ്രീ ആർ വി ബാബു, എന്തായാലും 8 സാധാരണ ജീവനക്കാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഈ കൊടും സുരക്ഷയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നടന്ന ശാസ്ത്രീയമായ കാട്ടുകൊള്ള. അത് SITയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വെളിവാകുന്നുണ്ടെന്ന് അറിയുന്നു. ചമ്പത് റായിക്കും അനിൽ മിശ്രയ്ക്കും ആ കൊള്ളയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്നവർ, സംശയിക്കുന്നവർ ഉണ്ടെന്നിരിക്കെ അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനുള്ള സംഘപരിവാർ താല്പര്യം എന്തുകൊണ്ടാണ് ശ്രീ ആർ വി ബാബു? നമുക്കിവിടെ ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ SIT രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് ട്രസ്റ്റ് രംഗത്ത് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT രൂപീകരിച്ചു. SITയുടെ അന്വേഷണം ഏകദേശം 10 ദിവസത്തിലേറെ SITയുടെ അന്വേഷണം നീണ്ടു നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT ഫൈനൽ ഏകദേശം ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ 8 പേര് നേരിട്ട് പ്രതികളാണ് എന്ന് തന്നെ SIT കണ്ടു. കാരണം അതിൻ്റെ വിഷ്വൽസ് അടക്കം, CCTV വിഷ്വൽസ് അടക്കം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ SIT 8 കുറ്റക്കാരുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് FIR ഇട്ടു. ആ 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇനി അതിൽ കുറ്റക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിൽ ആർക്കും പരാതിയില്ല. ഇപ്പോൾ ട്രസ്റ്റ് അംഗങ്ങൾ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് ട്രസ്റ്റ് അംഗങ്ങൾ 2 പേര് രാജിവെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ട്രസ്റ്റിലെ ആളുകൾക്ക് പങ്കുണ്ടോ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് പങ്കുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ VHP ദേശീയ അധ്യക്ഷൻ പറയുന്നത്, ഇന്റർനാഷണൽ അധ്യക്ഷൻ പറയുന്നത്. ഉപാധ്യക്ഷൻ ചമ്പത് റായി ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പോയി അവിടെ അക്കോമഡേഷൻ കൊടുക്കുമെന്നാണ് അറിയാൻ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് തള്ളിപ്പറയാൻ VHP തയ്യാറല്ല, സംഘപരിവാർ തയ്യാറല്ല. മാത്രമല്ല ചേർത്ത് പിടിക്കുന്ന സന്ദേശം തന്നെ പുറത്തേക്ക് നൽകുകയാണ്. ശ്രീ ആർ വി ബാബു, നമ്മൾ ഇപ്പൊ ശബരിമല കൊള്ളയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 ചർച്ചകളിലെങ്കിലും ഇതേ എൻകൗണ്ടർ ഇരുന്നതാണ്. ഏതാനും കുറച്ച് ജീവനക്കാരുടെ പണിയാണെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ എന്താണ്? താങ്കൾ മാത്രമല്ല, ഞാനും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല, ഉന്നത പിന്തുണ ഉണ്ടെന്നുള്ളതല്ലേ? ശബരിമലയിൽ അങ്ങനെ, എന്നാൽ അയോധ്യയിലേക്ക് വരുമ്പോൾ ഏതോ ഒരു ഡ്രൈവറും 8 പേരും ചേർന്ന് നടത്തിയ കൊള്ള, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ശബരിമലയുടെ കേസ് ഞാനിതിനകത്തെ ഒരു തർക്കത്തിനില്ലല്ലോ ഹാഷ്മി. ഇപ്പോൾ ശബരിമലയിലെ വിഷയം അത് പുറത്തു കൊണ്ടുവന്നത് മുഴുവൻ, അതായത് ഈ ഉന്നത ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയത് SITയും വിജിലൻസും ഹൈക്കോടതിയും അതേപോലെ സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെയാണ് ശബരിമല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ SIT വന്നിരിക്കുന്ന വാർത്തകൾ നമുക്ക് പുറത്തു വന്ന വാർത്തകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പണം എണ്ണുന്ന ആളുകൾ, അത് ഔട്ട്സോഴ്സ് ചെയ്ത SBIയുടെ ജീവനക്കാർ, ഇവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ളൊരു നെക്സസിൽ നിന്നാണ് ഈ പണം കൊണ്ടുപോകാൻ സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, ഈ 1500ഓളം ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ട ആ ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ പിഴവ് തന്നെയായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചമ്പത് റായിയെ പോലുള്ള ആളുകൾ രാജിവെച്ചത്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന ആ അടിസ്ഥാനത്തിലാണ് ചമ്പത് റായിയെ പോലുള്ള ആൾക്കാർ രാജിവെച്ചത്. പിന്നെ ഇതൊരു ട്രസ്റ്റാണ്, അത് വിശ്വഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രമല്ല. വിശ്വഹിന്ദു പരിഷത്ത് വേറൊരു സംഘടനയാണ്, ഇത് സർക്കാർ രൂപീകരിച്ചൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലെ കുഴപ്പങ്ങൾ ഉണ്ട്. അതും നമുക്ക് കൺക്ലൂസീവായിട്ട് ട്രസ്റ്റിലെ അംഗങ്ങൾ ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് SIT പറഞ്ഞതായിട്ട് ഇതുവരെ ഇല്ല, നമ്മുടെ മുമ്പിലില്ല.
SIT ഈ പറയുന്ന ചെമ്പത്രായി അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്നോ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഇന്നലെ ചോദ്യം ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ SITക്ക് പുറത്ത് നമ്മുടെ മുമ്പിൽ ചെമ്പത്രായിക്കെതിരെ തിരിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ട്രസ്റ്റിലെ ഏതെങ്കിലും അംഗങ്ങൾക്കെതിരെ കുറ്റവാളിയാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെ അങ്ങനെ സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രതികരണം ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് പ്ലേ ആവും. അല്ല ഞാൻ मामला राम जन्मभूमि से संबंधित है, इसीलिए राम जन्मभूमि थाने आए। राम जन्मभूमि पर जो चढ़ावा आता है प्रतिदिन करोड़ों का, अभी तो एक सामने आया कि 7.5 करोड़ रुपए चोरी किया इन लोगों ने। इसके पहले 8 महीने का CCTV फुटेज डिलीट किया है टिन्नू यादव ने। ये लगातार ये काम चल रहा था, इसलिए हम अभी जो SIT गठित हुई इस पर हमें विश्वास नहीं है, क्योंकि 22 में भी इसी तरह एक SIT गठित हुई थी, उसकी रिपोर्ट आज तक नहीं आई। तमाम मामलों में जिसे पेंडिंग में डालना होता है सरकार उसमें SIT, CBI, IB के हवाले कर देती है, जिससे इतिश्री हो जाए, जनता में भ्रम फैल जाए, हमारी बातें समाप्त हो जाएं। लेकिन याद रहे ये शब्द ब्रह्म है, शब्द भ्रम नहीं यह काम करेगा। ये हम लोगों की आस्था के साथ खिलवाड़ है। हम चारों चोरों को, चोर चंपत राय, चोर अनिल मिश्रा, चोर टिन्नू यादव यानी रामशंकर यादव, चोर गोपाल राव, चारों के नाम हम FIR देने के लिए आए हैं कि FIR दर्ज करें। अगर नहीं करेंगे तो हम SSP से मिलेंगे, SSP नहीं करेंगे। SIT വിശ്വാസമില്ലെന്നും SIT ഉന്നതരെ രക്ഷിക്കാൻ ഉണ്ടാക്കിയതാണെന്നും ചാറോം ചോർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചമ്പത്രായി ചോർ, അനിൽ മിശ്ര ചോർ, ഗോപാൽ റാവു ചോർ എന്നതിന്റെ അർത്ഥം അങ്ങേക്ക് അറിയാലോ. കള്ളൻ എന്ന് പച്ചയ്ക്ക് പറയുന്നത് ഏതെങ്കിലും റിജിൽ മാക്കുരിയുടെ പാർട്ടിക്കാരനോ ഏതെങ്കിലും സമാജ്വാദി പാർട്ടിക്കാരനോ അല്ല. സന്തോഷ് ദുബെ ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയ കൂട്ടത്തിലെ കർസേവകനാണ്. ചമ്പത്രായിയെ ഒരു കള്ളനാണെന്ന് പറയുന്നത് ഒരു കർസേവകൻ RSകാരൻ തന്നെയാണ് ശ്രീ അറിവ് ബാബു. അതുകൊണ്ട് ചമ്പത്രായിയെ സംശയിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിനകത്ത് ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് VHP പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ എന്തോ താല്പര്യം VHPക്ക് ഉണ്ടെന്നല്ലേ? ഹാഷ്മി, നിങ്ങൾക്കറിയാം കർസേവകര് എന്ന് പറഞ്ഞു പോയവര് എല്ലാവരും RSSകാരല്ല, ശിവസേനക്കാരുണ്ടായിരുന്നില്ലേ കർസേവകരിൽ? ശിവസേന പറയുന്നത് അവരാണ് പള്ളി പൊളിച്ചതെന്നാണ്, ഇല്ലേ? അവരുടെ അവകാശവാദം തന്നെ ബാൽത്താക്കരയുള്ള സമയത്താണത്. അവരുടെ അവകാശവാദം തന്നെ അവരാണ് പള്ളി പൊളിച്ചതെന്നാണ്. RSSകാരൊക്കെ വെറുതെ ഷോ കാണിക്കാൻ വന്നവരാണ്, അവരൊന്നും ചെയ്തില്ല, ഞങ്ങളാണ് പള്ളി പൊളിച്ചതെന്നാണ്. അപ്പോൾ ഈ സന്തോഷ് ദുബെ ആരാണ് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇനി ഞാൻ പറയുന്നത് സന്തോഷ് ദുബെയോ വിനയ് കത്തിയാറോ ബ്രിജുഭൂഷണോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ SITയുടെ അന്വേഷണത്തിൽ അസംതൃപ്തരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ അസംതൃപ്തി ഉണ്ടാവാൻ അവർക്ക് അവകാശമുണ്ടെന്ന്. ഞാൻ ഈ അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അവകാശം ഇപ്പം ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ കേരളത്തിൽ SITയുടെ അന്വേഷണത്തിൽ അവിശ്വാസം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ എന്താ ചെയ്തത്? ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഞങ്ങൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം വേണം, ഈ SITയുടെ അന്വേഷണം ശരിയാവില്ല, കാരണം ഇതിന് മറ്റു മാനങ്ങളുണ്ട്, അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്, നമ്മളന്ന് ചർച്ച ചെയ്തതാണല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് കൂട്ടുനിന്നില്ല. SIT വളരെ സഫീഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ SITയുടെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ചിലർ സുപ്രീം കോടതി എമർജൻസി ആയിട്ട് കേസ് കേൾക്കണം എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു അത്ര അർജൻസി ഇല്ല ഈ കേസ് കേൾക്കാനായിട്ട്, ഇപ്പോൾ വെക്കേഷൻ കോടതിയാണ്, എമർജൻസി ആയിട്ട് കേൾക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അത് തള്ളി. ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ അന്വേഷണം നടക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, പോട്ടേന്ന്. അവർ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBI സമീപിക്കണം, CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ED അന്വേഷിക്കണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരണം. ഏത് അന്വേഷണവും നടക്കണം, മുഴുവൻ സത്യവും വെളിച്ചത്ത് വരണം എന്നുള്ളത് മറ്റാരേക്കാളും ഞങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ടെന്നേ. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഹാഷ്മി, രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കോടാനുകോടി ഹിന്ദുക്കളുടെ വിശ്വാസം മാത്രമല്ല, അതൊരു വികാരവും കൂടിയാണ്. ആ ഒരു വൈകാരികതയുടെ തലത്തിലാണ് ആ ക്ഷേത്രം ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ആരോപണം പോലും ഞങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല. അങ്ങനെ ഒരു ആരോപണം ആ ക്ഷേത്രത്തെക്കുറിച്ച് ഉയർന്നു വരാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചമ്പത്രായിയൊക്കെ നിങ്ങൾക്ക് യഥേഷ്ടം ആരെ വേണമെങ്കിലും കള്ളൻ എന്ന് വിളിക്കാം, ചമ്പത്രായിയെ കള്ളൻ എന്ന് വിളിക്കാം. ഇനി ചമ്പത്രായിയെ മാത്രമല്ല, ഇനി RSS നേതാവ് എന്താ പറയുക സർസംഘാലു വരെ കള്ളനാണെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടെന്ന്. അങ്ങനെ കേസ് അന്വേഷണം നടക്കട്ടെ. ഓക്കെ, ഞങ്ങളിലേക്ക് എത്താം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പൊ ഈ അറിവാബു പറയുന്ന വൈകാരികതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം കൂടി ഹാഷ്മി, ഒരു കാര്യം കൂടി നമ്മൾ ഈ എടുത്തു ചാടി ഇത്തരത്തിലുള്ള വിചാരണകളിലേക്ക് കടക്കുമ്പോൾ ചില ഉദാഹരണങ്ങൾ ഞാൻ ഹാഷ്മിയുടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇപ്പം നമ്മൾ ശബരിമല കേസ് കൈകാര്യം ചെയ്തപ്പോൾ ഹാഷ്മി നിങ്ങളടക്കം ഞാനടക്കമുള്ള ചാനലുകൾ വന്നിട്ട് വലിയ തോതിലൊരു വിവാദം ഉണ്ടാക്കിയിരുന്നു. ആ വലിയ തോതിൽ പൊട്ടിത്തെറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്ത ഏതാ ഒരു ഡിണ്ടിഗൽ മണി. ആ ഡിണ്ടിഗൽ മണി ഡി മണി എന്നാണ്, ഡിണ്ടിഗൽ മണി ഡി മണി, ദാവൂദ് മണി എന്നൊക്കെയാണ് പലരും അദ്ദേഹത്തെ വിളിച്ചത്. ദാവൂദ് മണി ഡിണ്ടിഗൽ മണിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത ആൾ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്. ഇപ്പൊ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. ആ ഡിണ്ടിഗൽ മണിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ഇപ്പൊ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അദ്ദേഹം നമ്മുടെ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഞാൻ പാവമാണ്, ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ല, പക്ഷേ എല്ലാവരും കൂടി അദ്ദേഹം ദാവൂദാണ്, ഡെക്കോയിറ്റ് മണിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ 4 ദിവസമാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് വധിച്ചു കളഞ്ഞത്. അവസാനം എന്തായി? ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നു. ആ ട്രസ്റ്റിന്റെ മൂക്കിന്റെ കീഴിൽ താങ്കൾ ഈ പറയുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരമായ ഹൈന്ദവ ക്ഷേത്ര ഒരു രാമക്ഷേത്രത്തിൽ മാരാ കൊള്ള നടക്കുന്നു. ട്രസ്റ്റിന് ഉത്തരവാദിത്തമുണ്ട് ശ്രീ അറിവ് ബാബു. അതൊരു ഏതോ ഡി മണിയെ പറഞ്ഞാൽ അതിനെ നമുക്ക് ബാധിക്കാൻ പറ്റില്ല. നമ്മള് വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പോൾ കാശ്മീരുടെ ഇൻട്രോയിലൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇത് ഈ കേസുമായി ബന്ധമില്ല, നിരപരാധികളാണ്, അവരെ മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതൊരു അത് പാലിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. ഉറപ്പായും അങ്ങനെ മുറിവേൽപ്പിച്ചെങ്കിൽ മാപ്പ് പറയാ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു വൈമുഖം കാണിക്കേണ്ടതില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ നേരത്തെ അറിവ് ബാബു പറഞ്ഞ വൈകാരികത കൊണ്ടെങ്കിലും തുടക്കം മുതൽ തന്നെ ഈ സാമ്പത്തിക കൊള്ളയുടെ ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ രാമനെ മറയാക്കി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ നേതാക്കൾ ചീർത്തു പൂർക്കും തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ കേൾക്കുന്നുണ്ട്. അത് ഏതെങ്കിലും കോടതികളിൽ തെളിയിക്കപ്പെട്ട ആരോപണമൊന്നുമല്ല. അയോധ്യയിലെ തന്നെ രാംലല്ലയുടെ പൂജാരിയായിരുന്ന മഹന്ത് ലാൽദാസ് നേരത്തെ ചൂണ്ടിക്കാണിട്ടുണ്ട് ഈ രാം ജന്മഭൂമി മൂവ്മെന്റിൽ നേരത്തെ പിരിക്കുന്ന പണത്തിന്റെ ക്രമക്കേടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. പിന്നീട് നിർമോഹി അഖാഡയുടെ മഹന്ത് സീതാറാം ദാസ് VSP പിരിച്ച് 1400 കോടിയിൽ അടിമുടി ഉടായ്പ കാണിച്ചു എന്ന് പരസ്യമായി ആരോപിച്ചു. പിന്നെ ആ ഭൂമി ഇടപാടുകൾ തുച്ഛമായ വിലയ്ക്ക് ഇടനിലക്കാർ വാങ്ങുകയും മിനിറ്റുകൾക്കുള്ളിൽ 10 മടങ്ങ് കോടികൾ കൊടുത്ത് ഇടനിലക്കാരിൽ നിന്നും ട്രസ്റ്റ് വാങ്ങുന്ന ദുരൂഹ ഇടപാടുകളെ പറ്റി ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒക്കെ രേഖാസമിതി ഉന്നയിച്ചു. അതും കോടതിയിൽ എവിടെയൊന്നും എത്തിയില്ല. അവിടെയും പക്ഷേ ആരോപണ വിധേയർ ഇതേ ചമ്പത്രായാണ്, ഇതേ അനിൽ മിശ്രയാണ്. ഇപ്പോൾ മാരകമായ കോടികളുടെ ഒരു കാട്ടുകൊള്ളയുടെ വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. 8 പേരിലേക്ക് ഒതുക്കി ഒരു പൊളിറ്റിക്കൽ ഡാമേജ് പരിഹരിക്കാം എന്നത് വ്യാമോഹമായി പോകില്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ അയോധ്യയെ സംബന്ധിക്കുന്ന വിവാദങ്ങളിലും തർക്കങ്ങളിലും നിലപാടുകളിലും അതിൽ വലിയ തോതിലുള്ള അധാർമികതയുണ്ടായിരുന്നു, സത്യസന്ധമല്ലാത്ത നിലപാടുകളുണ്ടായിരുന്നു. അതിനൊക്കെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ള ചരിത്ര ദൈർഘ്യമുണ്ട്. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിലും ആർക്കും ഇപ്പോഴും മനസ്താപമൊന്നുമില്ല. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിനുള്ള മത്സരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നു വന്നു. ആ രാമക്ഷേത്രം എന്നത് ഒരു മതരാഷ്ട്രത്തിൽ എപ്രകാരം സംഭവിക്കുമോ ആ രീതിയിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയുടെയും സഹായത്തോടെയും പൂർണ്ണമായ പങ്കാളിത്തത്തോടെയുമാണ് ആ ക്ഷേത്രം ഉയർന്നു വന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തിയത് തന്നെ നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രധാന കാർമ്മികനും പൂജാരിയും ഒക്കെ. അങ്ങനെ ലോകമെങ്ങുമുള്ള ഹിന്ദുക്കളുടെ ഒരു വലിയ വികാരമായി മാറിയ രാമക്ഷേത്രം, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ വാർത്തകൾ കേൾക്കുന്നത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട പ്രതികരണം, അല്ലെങ്കിൽ ശബരിമല വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ പ്രതികരണം, അങ്ങനെ ഒരു ചൂടുള്ള ആവേശമുള്ള പ്രതികരണത്തിന് കഴിയാത്ത രീതിയിൽ RV ബാബുവിനെ പോലുള്ളവർ ഇപ്പോൾ നിരായുധരായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ SIT നമ്മൾ ശബരിമലയിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, അതിന് സമാന്തരമായ സംഭവങ്ങൾ തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ഇവരൊക്കെയാണല്ലോ ഈ ഭക്തജനങ്ങൾ എന്ന് പറയുന്നത്, വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും വിശ്വാസം ഇതിലേക്ക് ഉണ്ടെങ്കിൽ, അവർക്ക് ഭക്തിയുടെ ഒരു തരിമ്പെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പേരിലുള്ള, അയ്യപ്പൻ്റെ കാര്യത്തിലും അതാ പറഞ്ഞത്, ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ്. ദൈവത്തിൻ്റെ പേരിൽ വിശ്വാസികളും ഭക്തജനങ്ങളും അർപ്പിക്കുന്ന നേർച്ചയും കാഴ്ചയും മറ്റ് സംഭാവനകളും അത് എങ്ങനെ ഈ രീതിയിൽ മോഷ്ടിക്കാൻ കഴിയും, അപഹരിക്കാൻ കഴിയും? ഇനി അത് സംഭവിച്ചു എന്നുള്ള ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. അതിനോടുള്ള പ്രതികരണം ഇങ്ങനെയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ക്ഷേത്രമാണോ അല്ലയോ എന്നുള്ളതല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉന്നതനായ നേതാവ് ആണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് അവിടെ നിൽക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഇല്ലല്ലോ. മറ്റേതെങ്കിലും ജാതിയിലോ സമുദായത്തിലോ പെട്ടവർ അവിടെയില്ല. ഈ ഹിന്ദു സംഘടനകൾ തന്നെയാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അതെന്തൊക്കെ അവിടെ കേൾക്കുന്നത്? ശബരിമലയിൽ കുറേ കൂടി ബുദ്ധിപൂർവകമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു, അത് പാളിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെയല്ലല്ലോ. അവിടെ ഈ പണം, എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട പണം, അതിൻ്റെ താക്കോൽ
അത് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം അലക്ഷ്യമായി ഉദാസീനമായി ആർക്കും അത് അപഹരിക്കാനും കൊള്ളയടിക്കാനും കഴിയുന്ന രീതിയിൽ ആ സ്വത്ത്, ആ സംഭാവനകൾ അത് കൈകാര്യം ചെയ്തു. അതിനുശേഷവും ഈ ശബരിമലയുടെ പേരിൽ വലിയ തോതിലുള്ള ഒരു 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 വോസിഫറസായ ആവേശം കൊണ്ട് ആളുകൾക്കൊന്നും ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല. അന്നൊക്കെ ഇവരെന്താണ് പറഞ്ഞിരുന്നത്? ക്ഷേത്രങ്ങളുടെ ഭരണം അത് വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇപ്പോൾ ശബരിമല അയോധ്യയിൽ എന്താണ് ആരാണ് ആ ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റി എന്ന് പറയുന്നത്? അവരെക്കാൾ ഉത്തമരായ നലം തികഞ്ഞ വിശ്വാസികളെ കാണാൻ കഴിയില്ലല്ലോ. അവരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ ഇത്ര ലാഘവത്തോടെ ഗൗരവത്തോടെ ഈ കാര്യത്തെ കാണാൻ, അത് മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ബാബുവിനോട് ഒരു സിമ്പതി തോന്നുന്നുണ്ട്. കാരണം ഇത്ര വലിയ ഒരു കൊള്ള അത് രാമൻ്റെ പേരിൽ രാമക്ഷേത്രത്തിൽ നടന്നതിന് ശേഷം പ്രതികരിക്കേണ്ടതായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലെത്തിയ ബാബുവിനോട് നമുക്ക് വാസ്തവത്തിൽ സിമ്പതിയാണ് തോന്നേണ്ടത്. ഓക്കെ, ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഇപ്പോൾ ഈ ട്രസ്റ്റ് പറഞ്ഞ എസ്ഐറ്റി ഉണ്ടാക്കി ശരി, പക്ഷേ ടോട്ടൽ കവറപ്പിനാണ് ആദ്യഘട്ടത്തിൽ ചമ്പത്തറയും ആ ട്രസ്റ്റും നോക്കിയത്. രാമക്ഷേത്രത്തെ അയോധ്യ അപമാനിക്കാൻ നീക്കം നടക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സമാജ്വാദി പാർട്ടിയുടെ പവൻ പാണ്ഡെ ആയിരുന്നില്ല ആദ്യം ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ചത് അയോധ്യയിലെ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന മഹിപാൽ സിംഗ് എന്നൊരു വിസിൽ ബ്ലോവർ ആയിരുന്നു. തുറന്നു പറഞ്ഞതിൻ്റെ പിറ്റേന്നാൾ ചമ്പത്തറയുടെ ട്രസ്റ്റ് അയാളെ അവിടുന്ന് പുറത്താക്കി. SBI 3 മാസങ്ങൾക്ക് മുന്നേ ഈ ക്രമക്കേട് ഫ്ലാഗ് ഓഫ് ചെയ്തു, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുറത്തു വരുന്ന മൊഴികൾ ശരിയാണെങ്കിൽ ചമ്പത്തറ തന്നെ പറയുന്നത് ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ട്രസ്റ്റ് അറിയാമായിരുന്നുവെന്നും ഈ ശുക്ലയുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എവിടൊക്കെയോ പെട്ടിവെച്ച് പൈസ അടിച്ചു മാറ്റുന്ന ശുക്ലയുടെ വീട്ടിലോട്ട് ട്രസ്റ്റ് അംഗങ്ങൾ പോയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ടോട്ടൽ കവറപ്പ് ഒരു സമയത്തുണ്ടായി. പിന്നെ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മറ്റേതോ കാരണങ്ങളാൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മറ്റു വഴികളില്ലാതെ ഉണ്ടാക്കിയൊരു SIT എന്നതിനപ്പുറം ആ SIT നേരായ വഴി കണ്ടെത്തുമെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? റിജിൽ മാക്കുറ്റി. ശ്രീ ആഷിമി, ഒരിക്കലുമില്ല. ഈ പറയുന്ന ചമ്പൽ റായി സമ്പത്ത് റായി ആയി എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറും RSSകാർക്കും സമ്പത്ത് റായി ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യ എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാമൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു 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 ആരാധനാലയം തല്ലി തകർത്തുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയാൻ, പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്ന രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. അധികാരം കിട്ടിയപ്പോൾ അവിടെ രാമജന്മഭൂമി എന്ന ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിനകത്തുള്ള ട്രസ്റ്റ് അംഗങ്ങളെ നിയമിച്ചത് ആരാണ്? ഈ പറയുന്ന കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റ് അംഗമാണ് ആ അമ്പലം പണിതത് എന്ന് അവർ പറയുന്നു. ആ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന അമ്പലം ഉദ്ഘാടനം ചെയ്തത്. ഈ മോഡിഫൈഡ് രാമനെയാണ് അവിടെ ഉണ്ടാക്കിയത്. അന്ന് ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ആളുകളാണ്. ഞങ്ങളൊക്കെ ഭക്തന്മാരാണ്. പക്ഷേ RSSകാരൻ്റെ ഭക്തശ്രേണി പട്ടികയിൽ ഞങ്ങളൊന്നും ഇടയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ രാമൻ എന്ന് പറയുന്ന ഒരു ബിംബത്തെ, രാമൻ എന്ന് പറയുന്ന ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസ രൂപത്തെ രാഷ്ട്രീയ കമ്പോളത്തിൽ വിറ്റ് കാശാക്കി അതിൻ്റെ പേരിൽ അധികാര കുത്തക ഉണ്ടാക്കി. ആ അധികാര കുത്തക കൊണ്ട് രാമൻ്റെ പേരിൽ കൊള്ള അടിക്കുന്ന കൊള്ള സംഘമായി ഈ RSSും സംഘപരിവാറും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയൊക്കെ മാറുകയാണ്. ഈ പറയുന്ന RV ബാബുവിനെ പോലെയുള്ള ഹിന്ദു ഐക്യവേദി നേതാവിൻ്റെ പരിങ്ങൽ കാണുമ്പോൾ, ന്യായീകരിക്കാനുള്ള അയാളുടെ പ്രയാസം കാണുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ട്. കാരണം ഉണരൂ എന്നാ പറയുന്നത്. വിഷകലയും ശശികലയും വിഷകലയും ഇതുപോലെ കുമ്മനാജികളും തില്ലങ്കേരിമാരൊക്കെ വാളെടുത്ത് വെളിച്ചപ്പാടെടുത്ത് തുള്ളുന്ന നാട്ടിലാണ് ഈ പറയുന്ന ആളുകളുടെ മൂത്താപ്പമാരായ ആള്. ഈ ചമ്പൽ റായി എന്ന് പറയുന്നത് ആഗോള വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവ് എന്ന് പറയുന്ന ആള് ഡ്രൈവറെ ഉൾപ്പെടെ അവിടെയുള്ള ആളുകളെ വെച്ച് ഈ പറയുന്ന കോടികൾ 250 കോടിയോളം രൂപ അടിച്ചു മാറ്റി എന്ന് പറയുന്നു. നിങ്ങൾ പരിശോധിക്കണം. അവിടെ ഇവരുടെ ബന്ധുക്കളെ ഈ സംഭാവന എണ്ണാൻ തീരുമാനം. ക്ഷേത്രത്തിൽ ഭക്തന്മാർ എന്ന് പറയുന്ന ആളുകൾ പാവങ്ങൾ കൊണ്ടുപോയി ഇട്ട പണം, കാരണം രാമനാണെന്നല്ലേ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം പോലെ അത്ര ഇലിറ്ററേറ്റ് അങ്ങനെയുള്ള ഒരു ലിറ്ററേറ്റുള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ അവിടെയുള്ള പാവങ്ങൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിച്ച് അങ്ങനെ ഇട്ടുപോയി പണം. ആ പണം കൈകാര്യം ചെയ്യാൻ ആരെയാണ് ഇവർ നിശ്ചയിച്ചത്? അവരുടെ പോലീസ് വെരിഫിക്കേഷൻ അവരെ നടത്തിയിട്ടില്ല. അവരെ
വസ്ത്രങ്ങൾ ധരിക്കുന്ന വസ്ത്രം കീശ ഉണ്ടാകാൻ പാടില്ല, പോക്കറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ആ പോക്കറ്റ് ഉള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അനുയായികൾ മുഴുവൻ അവിടെ പോയി ഈ കൊള്ള നടത്തിയത്. എന്നിട്ട് ചമ്പത്ത് റായി അറിയില്ല. ചമ്പത്ത് റായി അറിയാണ്ടോ? ഇപ്പോൾ ഇവിടെ ശബരിമല വിഷയത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ്. അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അറിയാതെ ഇത്രയും വലിയ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞ കാര്യമല്ലേ? അതേ മറ്റൊരു കാര്യമല്ലേ അവിടെ നടന്നത്. അപ്പോൾ ഇത് രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ ഇവരെ തിരിച്ചറിയണം. ഇവർ യഥാർത്ഥത്തിൽ ഹിന്ദുവിന്റെ ശത്രുക്കളാണ്, രാമന്റെ ശത്രുക്കളാണ്. രാമൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിച്ച രാമൻ, പ്രാർത്ഥിക്കുന്ന രാമൻ മര്യാദ പുരുഷോത്തമനായ രാമനാണ്. 14 വർഷം കാനനവാസത്തിലേക്ക് പോയ ഒരു അധികാരങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് കാനനവാസത്തിലേക്ക് പോയ ഒരു ത്യാഗിയുടെ ഒരു പര്യായമാണ് രാമന്. ആ രാമനെയാണ് ഇവർ എന്ത് ഉപയോഗിച്ചത്? നിങ്ങളുടെ രാഷ്ട്രീയ ആയുധത്തിന് വേണ്ടി ഇവർ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ വിറ്റത്. ഇപ്പോൾ വിൽക്കുകയാണ്, കോടി കൊയ്യാണ്. എന്നിട്ട് ഈ രാജ്യത്തെ വിശ്വഗുരുവിന് മുണ്ടാട്ടമില്ല. എന്തേ വിശ്വഗുരു മിണ്ടാതത്? എവിടെ പോയി? പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ ഇത് നിയമിച്ചത്? എന്തേ അയാളുടെ വായിൽ എന്താ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് മിണ്ടാതിരിക്കുന്നത്? ഈ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മിണ്ടുന്ന ആള് അയോധ്യയിലെ കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ രാജ്യം ഭരിക്കുന്ന BJP നേതാക്കന്മാർക്ക്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംഘപരിവാർ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് മാത്രമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിലുണ്ട് ശ്രീ ഹാഷ്മി ഒരുപാട് RSS സംഘപരിവാറും ഈ പറയുന്ന ബാബു ഉൾപ്പെടെ നേതൃത്വം ഒരുപാട് അമ്പലങ്ങൾ അതിനകത്ത് തീവെട്ടിക്കൊള്ളയാണ്. ആര് ചോദിക്കാനും പറയാനുള്ള എന്നതാണ്. ഇവിടെയുള്ള അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഏറ്റവും വലിയ കൊള്ളയെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കേണ്ടത്. പല അമ്പലങ്ങളും കേന്ദ്രീകരിച്ച് RSSന്റെ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഈ പറയുന്ന RSSന്റെ ട്രസ്റ്റിമാരായ ആളുകൾ വലിയ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശ്വാസ സമൂഹം ഈ കാപട്യന്മാരെ, കള്ളന്മാരെ, കൊള്ളക്കാരെ, രാമനെ കട്ട കള്ളന്മാരെ ഈ കേരളത്തിന്റെ മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ പുറത്തു കൊണ്ടുവരാനുള്ള വലിയ ഇച്ഛാശക്തി കാണിക്കണം. വിശ്വാസികൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അമ്പലം ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ പറയുന്ന അവിനാശ് ശുക്ലയോട് ചോദ്യം ചെയ്യാൻ അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പൈസ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും 3-4 പേർ പൈസ എടുക്കുന്ന ആളുടെ പിന്നിൽ CCTV മറച്ചു നിൽക്കുകയും അങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടാക്കുകയും അവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ദീർഘനാളുകളിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ടാക്കുമ്പോൾ ഈ CCTVകൾ നോക്കാൻ ഒരാൾ ഈ റൂമിലിരിപ്പുണ്ട്. അപ്പോൾ ഈ റൂമിലിരിക്കുന്ന ആളുടെ കണ്ണിലെന്താ കുരുവായിരുന്നു ഡാർക്ക് സ്പോട്ട് കാണുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ശ്രീ ഹസൻ, ഇവിടെ ഇതിനോടകം ഏതാനും ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ മാത്രം ക്യാഷായി മാത്രം പിടികൂടിയത് 70 ലക്ഷത്തിനടുത്ത് രൂപ. അതിൽ പിടിച്ചെടുത്തിൽ അമേരിക്കൻ ഡോളേഴ്സ് ഉണ്ട് എന്നൊരു ദേശീയ മാധ്യമം അല്പസമയം റിപ്പോർട്ട് ചെയ്ത് കണ്ടു. അത് ക്യാഷ്, പണം മാത്രമാണ്. ഈ ടിന്നു യാദവ് അടക്കം, ഈ ചമ്പത്തറ ഡ്രൈവർ ടിന്നു യാദവ് അടക്കം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ മാത്രം വമ്പൻ ആസ്തി, പുറത്തറിയുന്നത് 50 കോടിയുടെ ആസ്തി, വലിയ വീടുകൾ, രമ്യഹർമ്മങ്ങൾ, സ്ഥാപനങ്ങൾ, ആഡംബര വാഹനങ്ങൾ, അതൊരു ബൾക്ക് കൊള്ള എന്നതിൽ ആർക്കും സംശയമില്ല. സംശയം, അന്വേഷണം നിയമവഴി ഏത് എക്സ്റ്റൻഷനിൽ എങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അടുത്ത അമീൻ ഹസൻ. ഹാഷ്മി, ഞാൻ ഈ ഗൗരവപരമായി ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു തമാശ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ RV ബാബു സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരോപണ വിധേയരായ ആളുകളുടെ മനസ്സ് വ്രണപ്പെട്ടു പോയാലോ എന്നൊക്കെ സങ്കടപ്പെടുന്നത് കണ്ടു. 2 പ്രശ്നമുണ്ട്. ഒന്ന്, രാമനെ ഈ നിലക്ക് വിൽക്കാൻ തീരുമാനിച്ച, രാമന് ആളുകൾ സ്നേഹത്തോടെ ഭക്തിയോടെ സമർപ്പിക്കുന്ന കാണിക്ക, അവിടെ സമർപ്പിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുന്ന മൂല്യം, തങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ള ഭക്തർ സമർപ്പിക്കുന്ന കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ആരോപണ വിധേയർക്ക് വല്ല മനസ്സിനും വ്രണപ്പെടുമോ എന്ന വിഷമിക്കുന്ന RV ബാബുവിന് പക്ഷേ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി, ലഹരിവിരുദ്ധ പ്രചാരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോടൊപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ MDMAയുടെ പ്രചാരകർ എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ ഒന്നാകെ വ്രണപ്പെടുത്തിയപ്പോൾ ഈ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രാമൻ്റെ മുതൽ കട്ടവരെ സംരക്ഷിക്കാൻ അത് വളരെ ലൈറ്ററായി ഞങ്ങളതിൻ്റെ കൂടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആരോപണ വിധേയർ എന്നിവർ പറയുന്ന ഏറ്റവും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞ കേസിലെ തന്നെ ആളുകളെ സംരക്ഷിക്കാനാണ് ഈ RV ബാബുവിനെ പോലുള്ള ആളുകൾ അവരുടെ വ്രണപ്പെട്ട ഹൃദയങ്ങളെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹാഷ്മി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ AI ടൂളിനോട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് വെറുതെ ഒന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നത് 1528 സ്ഥാപിക്കപ്പെട്ട ബാബരി മസ്ജിദ് 949 രാമൻ്റെ ഐഡൽസ് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുകയും 92 ബാബരി മസ്ജിദ് തകർക്കുകയും 2010 അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുകയും 3 എണ്ണമായി സ്പ്ലിറ്റ് ചെയ്യാനുള്ള വിധി ഉണ്ടാവുകയും 2019 സുപ്രീം കോടതി
ഈ രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സിവിൽ നിയമങ്ങളെയും അട്ടിമറിച്ച് ഒരു വഖഫിൻ്റെ ഭൂമി ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തതിന് ശേഷവും ഇവരുടെ ഉദ്ദേശം അത് ഭക്തി സംരക്ഷിക്കലായിരുന്നില്ല, രാമൻ്റെ ക്ഷേത്രം ഉണ്ടാക്കലായിരുന്നില്ല. ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും വിൽപ്പന നടത്താൻ, കച്ചവടം നടത്താനുള്ള ഉദ്ദേശം മാത്രമേ RSSനും സംഘപരിവാറിനും VHP അടക്കമുള്ള സംഘടനകൾക്കും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നിയമവശത്തിലേക്ക് വന്നാൽ SIT അന്വേഷണത്തിൽ വിശ്വാസ്യതയുണ്ടോ എന്നാണ് ഹാഷ്മി ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേറെന്താണ് ഓപ്ഷൻ ഉള്ളത് ഹാഷ്മി? ഈ CBI ആളുകൾ പറയുന്നത്, നമ്മൾ ടെക്നിക്കലി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ശബരിമലയിൽ ഇതിന്റെ നൂറിലൊന്നില്ല. പക്ഷേ ED ഇവിടെ വന്നു ഏതെങ്കിലും കേസിന് സ്കോപ്പ് ഉണ്ടോ നോക്കിയായിരുന്നു. EDക്ക് വളരെ എവിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അവിടെ അയോധ്യ എയർപോർട്ടിനടുത്തൊക്കെ കിടക്കുന്ന ഹോസ്റ്റലും ഒക്കെയായി ടിന്നു യാദവിന്റെ ഈ പറയുന്ന മൊത്തം പ്രൊസീഡ്സ് ഓഫ് ക്രൈം തിയറി പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. EDക്ക് ഈസിയായി പറഞ്ഞിറങ്ങാം, ഇതുവരെ വന്നിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് SIT അന്വേഷണമാണെങ്കിലും CBI അന്വേഷണമാണെങ്കിലും ED അന്വേഷണമാണെങ്കിലും ഒക്കെ സാധ്യതകൾ തുറന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗ് വേണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി എങ്ങനെയാണ് അതിനെ സമീപിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രമേൽ ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന മനുഷ്യരുടെ വിശ്വാസത്തെ പല രീതിയിൽ ഹനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ കൊള്ള, 200 കോടിയിലപ്പുറം വരും ഈ കൊള്ള എന്നാണ് പറയുന്നത്. ആ കൊള്ളയുണ്ടായിട്ട് പോലും സുപ്രീം കോടതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം അന്വേഷണങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന സംശയമുള്ളപ്പോൾ തന്നെ ED അന്വേഷണത്തിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് ഹാഷ്മി. അതായത് ED ശബരിമലയിൽ വന്നതാണെങ്കിലും ശരി, ED KMRൽ വന്നതാണെങ്കിലും ശരി, ഇതിനകത്തൊക്കെ ഒരു കുഴപ്പമുണ്ട്. പ്രൈമ ഫേസിയ പ്രഥമ ദൃഷ്ട്യ മണി ലോണ്ടറിങ് നടന്നു എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാൻ കഴിയുക. അനങ്ങിയാൽ ED എന്നാണ് നമ്മൾ പറയുക. EDയുടെ കൺവിക്ഷൻ റേറ്റ് എന്താണ് ഹാഷ്മി? ഞാൻ എൻ്റെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. 5892 കേസുകൾ ഈ രാജ്യത്ത് പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ള കണക്കാണ്. രാജ്യത്ത് ED രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൽ 49 മാത്രമാണ് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തതെന്നും അതിൽ തന്നെ 6-7 കേസുകളിൽ മാത്രമാണ് ആളുകളെ ശിക്ഷിച്ചതെന്ന് പറഞ്ഞാൽ 0.1% ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് കൺവിക്ഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷം. ഇപ്പോൾ ഇവിടെ കേസ് നടക്കുന്നുണ്ടല്ലോ, FIR പോലും ഇല്ലാതെ EDക്ക് കേസ് അന്വേഷിക്കാൻ കഴിയും എന്ന സാഹചര്യം വരെ കേരളത്തിലടക്കം സൃഷ്ടിച്ചിട്ട് ED ഇങ്ങനെ തുറന്നു വിടുമ്പോഴും ഇതിലൊന്നും കൺവിക്ഷൻ ഉണ്ടാവുന്നില്ല, അന്വേഷണ പുരോഗതി ഉണ്ടാവുന്നില്ല, അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. 2 കോടിയുടെ ഒരു കേസ് 10-20 കൊല്ലം അന്വേഷിച്ച് ആളുകളെ ഭയപ്പെടുത്തി തങ്ങളുടെ വശത്താക്കുകയോ അവരെ തകർക്കുകയോ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നല്ലാതെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ED അന്വേഷണത്തിന് ഇതിലൊരു പ്രസക്തിയുമില്ല. അതേസമയം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിലുള്ള ഒരു SIT അന്വേഷണവും ഈ ധാരാളം സാമ്പത്തികമായ ഫ്രോഡ് എന്ന നിലയിൽ CBIയുടെ സമാന്തരമായ ഒരു അന്വേഷണത്തിനും സാധ്യതയുണ്ട്. അതേസമയം വിശ്വാസ്യതയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഏത് ന്യായാധിപൻ ഇതിനെ മോണിറ്റർ ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും ഏത് ന്യായാധിപൻ ഇതിനെ മോണിറ്റർ ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. ഈ അന്വേഷണ സംഘത്തിൽ ആരുണ്ട് എന്നത് പ്രധാനമാണ്. ആ തരത്തിൽ ട്രാൻസ്പെറൻ്റായി ഈ നാട്ടിലെ ജനങ്ങൾക്ക്, വിശേഷിച്ചും ആ രാമനിൽ വിശ്വസിക്കുന്ന ഭക്തർക്ക് വിശ്വാസ്യത തോന്നുന്ന, ട്രാൻസ്പെറൻസി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. പക്ഷെ അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഞാനൊരൊറ്റ ഉദാഹരണം അതിന് പറയാം. ഈ രാജ്യത്ത് മലേഗാവ് സ്ഫോടനമുണ്ടായി. കേണൽ പുരോഹിത് അടക്കമുള്ള സൈന്യത്തിൻ്റെ RDX ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഹേമന്ത് കർക്കറെ നടത്തി. ഹേമന്ത് കർക്കറേക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കേണൽ പുരോഹിതിന് വേണ്ടി ആരാണ് ഹാജരായത്? ഹരീഷ് സാൽവയെ പോലുള്ള ഈ രാജ്യത്തെ ഏറ്റവും ഷ്രൂഡായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ ഹാജരാകുന്നു. കേണൽ പുരോഹിത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ ഹാഷ്മി? കേണൽ പുരോഹിതിനെ കോടതി വെറുതെ വിടുന്നു. കേണൽ പുരോഹിതിന് റിട്ടയർമെൻറ്റ് പ്രായമാകുന്നതിനും അദ്ദേഹത്തെ ബ്രിഗേഡിയറായി പ്രൊമോഷൻ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ട്രിബ്യൂണൽ പെൻഡിങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അധിക സർവീസ് നൽകിയിരിക്കുന്ന രാജ്യമാണിത്. അതുകൊണ്ട് VHPയുടെ ഈ ഭഗവാന്റെ സ്വർണം കട്ട ഭക്തരുടെ ഹൃദയം മുറിവേൽപ്പിച്ച VHPയുടെ നേതാക്കൾ അടുത്ത തവണ പാർലമെന്റിൽ കാണാമെന്നല്ലാതെ ഈ രാജ്യത്ത് ഇപ്പോഴും ഒരു അന്വേഷണ ഏജൻസിയും അവരെ തൊടും എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്ന അട്ടിമറിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഷാറി ബാബുവും റിജിൽ മാക്കുറ്റിയും ഷമീൻ ഹസനും പറഞ്ഞ രാഷ്ട്രീയ ആരോപണം മറുപടി പറഞ്ഞു. അതോടൊപ്പം ഈ ഓരോ കിലോ തൂക്കമുള്ള 217 എന്താണ് വെള്ളിക്കട്ടകൾ കൊടുത്തതിൻ്റെ റെസിപ്റ്റ് കൊടുത്തില്ല എന്ന് പറയുകയാണ് വിശ്വസിന്ദു സേവാ സംഗമത്തിൻ്റെ ആളുകൾ. വജ്രം പതിച്ച, അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, വജ്രം പതിച്ച കട്ടകൾ കൊടുത്തൊരു മുംബൈ വ്യവസായി പറയുന്നു ഇത് തന്നെ പറയാണ്, റെസിപ്റ്റ് കിട്ടിയില്ല, അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. രാമൻ്റെ പാതകവും ആഭരണവും അടക്കം കാണാനില്ലെന്ന് ആരോപണമുണ്ട്. ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് കേട്ടോ. 2000 കോടിയുടെ തട്ടിപ്പ് എന്നൊരു അലിഗേഷൻ അടക്കം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അതിൽ SIT അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൽ അതിൽ വ്യക്തത വരുത്തുന്നത്. എന്തായാലും മാരകമായ, ഇപ്പം 3 ദിവസത്തിനുള്ളിൽ 80 ലക്ഷം കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ തട്ടിപ്പിൻ്റെ വ്യാപ്തി. ഫൈനൽ വരട്ടെ. പക്ഷേ ഇതൊക്കെ പ്രാണപ്രതിഷ്ഠയുടെ തൊട്ട് പിറ്റേന്നാൾ മുതൽ അടിച്ചു മാറ്റാൻ തുടങ്ങിയതാണെങ്കിൽ ഇതാരും കൊടും സുരക്ഷയുള്ള ആ ക്ഷേത്രത്തിൽ ആരോരും അറിയുന്നില്ല. 8 പേർ അവർക്ക് തോന്നിയ വാസം മര്യാദകേട് തമ്മാടിത്തം കാണിക്കുന്നു. ആരും അറിയില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ് ഷാറി ബാബു? അല്ല, ഇതിനെ സംബന്ധിച്ച് എന്തും ആരോപിക്കാനും എന്തും പറയാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതകൾ തുറന്നു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾക്ക് എന്തും ആരോപിക്കാം. അവിടെ 24 കിലോ വെള്ളിക്കട്ടി ഉണ്ടായിരുന്നു, 60 കിലോ സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു, രത്നം ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അവിടെ സമർപ്പിച്ച ഈ ദ്രവ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഈ എണ്ണുന്ന സ്ഥലത്തെ പണം അടിച്ചു കൊണ്ടുപോകുന്ന സംവിധാനമാണ് അവിടെ ഉണ്ടായത്. ആ രീതിയിൽ മാൽ പ്രാക്ടീസാണ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെയാണ്, ഈ പറയുന്ന ആരോപണങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിൽ തെളിയട്ടെ, കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇവിടെ 3 പേരും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. ഈ വിഷയത്തോടുള്ള അവരുടെ പ്രതികരണത്തെക്കാൾ അവർ RSSനെയും സംഘപരിവാർ സംഘടനകളെയും ഒക്കെ ചീത്ത പറയാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നല്ലാതെ വേറെന്താ ഇതിനകത്ത് പറയാൻ സാധിക്കുക? പക്ഷേ എനിക്ക് ഒന്ന്, ഇപ്പോൾ വാലിഡായിട്ടുള്ളൊരു പോയിന്റ്, ഒരു ചോദ്യമായിട്ട് സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത് ഈ വിശ്വാസികളെ ഭരണം ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് സംഘപരിവാറിൻ്റെ ആൾക്കാർ. പക്ഷേ ഇപ്പോൾ എന്തു പറയുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സത്യത്തിൽ ആ ചോദ്യം വാലിഡാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പോൾ വിശ്വാസികൾ ക്ഷേത്രം ഭരിക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്, ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിളാണ്, സിദ്ധാന്തമാണ്. ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളായിരിക്കണം, സർക്കാരല്ല. ഒരു മതേതര സർക്കാർ ക്ഷേത്രം ഭരിക്കാൻ പാടില്ല. അതൊരു ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരു അഭിപ്രായം നടത്തുന്നത്. ക്ഷേത്രഭരണം വിശ്വാസികൾ നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ അഭിപ്രായമാണ്. പക്ഷേ നടത്തിയ സ്ഥലത്ത് ചിലത് പരാജയപ്പെട്ടു പോയി. അപ്പോൾ ആ പരാജയത്തിൻ്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത്, മറിച്ച് പ്രിൻസിപ്പിൾ തിരുത്തുകയല്ല വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ പരാജയത്തിന്റെ കാരണം അന്വേഷിക്കുകയും അത് തിരുത്തുകയും വേണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത് തിരുത്താനുള്ള നടപടിക്രമങ്ങൾ അവിടെ ഏതൊക്കെയാണോ താങ്കൾ പറഞ്ഞു. നേരത്തെ ആരോപണം പറഞ്ഞു, ആരോപണം റിജിൽ മാക്കുറ്റിയുടെ പാർട്ടിയെക്കാളും ബാക്കി എല്ലാവരെക്കാളും ഉന്നയിക്കുന്നത് നിങ്ങൾക്കുള്ളിലെ ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ നിർമ്മോടി അഖാഡ ആരോപിച്ചത് 1700 കോടിയുടെ കൊള്ളയാണ് ആരോപിച്ചത്. ആർക്കെതിരെ? VHPക്കെതിരെ. നേരത്തെ ഞാൻ പറഞ്ഞ രാംലല്ലയുടെ നേരത്തെയുള്ള പൂജാരി VHPക്കെതിരാണ്, അല്ലെങ്കിൽ അവിടുത്തെ പണത്തിനെതിരാണ് ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾക്കകത്തുനിന്ന് തന്നെയാണ് ആരോപണം വരുന്നത്. ഹാഷ്മി, നിങ്ങൾ ഈ എല്ലാം അറിയോ ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ സംസാരിക്കരുത്. ഹാഷ്മി, നിർമോഹി അഖാഡ ആരാണ്? ഓർമ്മയുണ്ടോ? അവരുടെ ക്ഷേത്രമാണെന്ന് അവകാശവാദം ഉന്നയിച്ചവരാണ് അവരാണ് ക്ഷേത്രം പണിയേണ്ടതെന്ന് പറഞ്ഞു. കാരണം അലഹാബാദ് ഹൈക്കോടതി 3 പേർക്കായിട്ടാണ് വിധിച്ചത്. അതിലൊന്ന് നിർമോഹി അഖാഡയാണ്. 3 പേർക്കായിട്ടാണ്. അവരുടെ ആ അവകാശം തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഏകപക്ഷീയമായിട്ട് പൂർണ്ണമായിട്ടും അത് ഈ പറയുന്ന രീതിയിൽ വിധിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ അവകാശവാദം പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ അവർക്കത് നഷ്ടപ്പെട്ടു. അതിന്റെ വിരോധവും അതിന്റെ ആ ഒരു കെറുവും ഒക്കെ നിർമോഹി അഖാഡയ്ക്കുണ്ട്. നേരത്തെ നടക്കുന്ന ആൾക്കാരാണ്. അഖാഡ ആരോപണം ഉന്നയിക്കുന്ന വിധി വന്നതിന് ശേഷമല്ല, അതിന് എത്ര മുമ്പാണ്. VHP 1700 കോടി പിരിച്ച് VHPയുടെ ബിൽഡിംഗുകൾ ഉണ്ടാക്കുകയും രാഷ്ട്രീയം വളർത്താനും ഈ പറഞ്ഞ പരിപാടിക്ക് വേണ്ടി ആ പണം മിസ്യൂസ് ചെയ്തു എന്ന് നിർമോഹി അഖാഡയുടെ സീതാറാം ദാസ് പറയുന്നത് എത്ര വർഷം മുമ്പാണ് ഷാറി ബാബു? ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ ആരോപണം, ഇതിന് പുറത്തുള്ള രാഷ്ട്രീയ ആരോപണത്തിനേക്കാൾ അതിന് ആ എക്കോസിസ്റ്റത്തിന് അകത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അല്ല, എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള സമുദായത്തിനോ അല്ലെങ്കിൽ ആ സംസ്കാരത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം ഒരേപോലെ ഒരേ ദിശയിൽ ചർച്ച ചെയ്യുന്നവരോ ചിന്തിക്കുന്നവരോ ഒന്നുമല്ല. അതിന് പരസ്പര വൈരുദ്ധ്യമുള്ളവരും, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ശിവസേന, അവർ വ്യത്യസ്തമായ ആശയവും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പരസ്പരം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പം നിർമോഹി അഖാഡ നേരത്തെ തന്നെ ഇത് മൊത്തം അവരുടേത് അവകാശവാദം ഉന്നയിച്ച ആൾക്കാരാണ്. വിശ്വഹിന്ദു പരിഷത്ത് ഇതിന് സമാനമായി നീങ്ങിയതിനെതിരെ നിലകൊണ്ട ആൾക്കാരാണ്. വിശ്വഹിന്ദു പരിഷത്തിനെതിരെ നിലപാടെടുത്ത ആൾക്കാരാണ്. അതൊക്കെ വളരെ പച്ചയായിട്ട് നമ്മുടെ ഡൊമൈനിലുണ്ട്. ഞാൻ
ഈ 2-3 പേര് പറഞ്ഞ ചില കാര്യങ്ങളോട് ഹാഷ്മി അവർക്ക് ഒരു തരത്തിൽ ഇടപെടാതെ സംസാരിക്കാൻ സാഹചര്യം ഒരുക്കിയ പോലെ അല്പസമയം എന്നോടൊന്ന് നീതി കാണിക്കുക. ഇവിടെ റിജിൽ മാക്കുറ്റി ഒരുപാട് കള്ളന്മാർ, കൊള്ളക്കാരെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. കാരണം കള്ളന്മാർ, കൊള്ളക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഒരു ഫാമിലിയെ കുറ്റപ്പെടുക. ആ ഫാമിലി മുഴുവൻ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. അത് ഈ റിജിൽ മാക്കുറ്റിയുടെ ഏറ്റവും ആരാധ്യരായ നെഹ്റു ഫാമിലിയാണ്. എല്ലാവരും ജാമ്യത്തിലാണ്. സോണിയാഗാന്ധി ജാമ്യത്തിൽ. എന്തിനാ? കളവ് നടത്തിയതിന്റെ, തട്ടിപ്പ് നടത്തിയതിന്റെ പേരില, തട്ടിപ്പിന്റെ പേരിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസ് ഉളുപ്പുണ്ടോ? രാമന്റെ പേരിൽ കട്ട് മുടിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഇഡിയും നരേന്ദ്രമോദിയുടെ ഇൻകം ടാക്സും അന്വേഷിച്ചിട്ട് നമ്മൾ ഫോറസ്റ്റ് വണ്ണാണ്, നമ്മൾ 4 പേർക്കാണ്. പട്ടായയിലാണോ? ആ പപ്പുവിടെ പട്ടായയിലാണോ? ഇപ്പോ പപ്പു എവിടെ പോയി? പട്ടായയിലാണോ? ശശികല വിഷകല എന്ന് വിളിച്ചപ്പോ തന്നെ പോലെയുള്ള അമ്പലം വിഴുങ്ങികള് ഈ രാമന്റെ പേര്, ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി, തന്റെ സംവിധാനം. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് രാമന്റെ പേര് പറഞ്ഞ് കൊള്ളയെടുത്ത കാട്ട് കൊള്ളക്കാർ, ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. ഉളുപ്പുണ്ടോ? രാമന്റെ പേര് അമ്പലത്തിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ കൊടുത്ത പണം കൈയിട്ട് വാരി നക്കിത്തുന്ന നാണം കെട്ടവരല്ലോ നിങ്ങളെ ആളുകൾ. താങ്കൾ ശശികല വിഷകലാന്ന് വിളിച്ചു, അതുകൊണ്ടാണ് രാഹുലിനെ ആ പേര് ഉപയോഗിച്ചതെന്ന് പറയുന്നു. കള്ളന്മാരുടെ കൊള്ളക്കാര് സങ്കേതം അല്ല മങ്കുറ്റി, ഓക്കെ. പക്ഷേ അറിവ് താങ്കൾ ഇടയ്ക്ക് പറഞ്ഞ താങ്കൾ ശശികലയെ വിഷകലാന്ന് വിളിച്ചു. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ രാഹുലിനെ എന്ന് പറഞ്ഞു വിട്ടേക്ക്. ഷാറി ബാബു ശശികല വിഷം തുപ്പുന്നത് പോലെ ഈ രാജ്യത്ത് ആരാ വിഷം തുപ്പുന്നത്? വ്യക്തിപരമായ ആരോപണങ്ങൾ വേണ്ട. വ്യക്തിപരമായ ആരോപണം വിട്ടേക്ക് ഷാറി ബാബു. പക്ഷേ ഷാറി ബാബു, താങ്കൾ പറഞ്ഞ നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ എന്തായി? എവിടെ എത്താതെ കിടക്കുകയാണ്? ഒന്നും ആയിട്ടില്ല. താങ്കൾ പറഞ്ഞ ഓരോരോ അഴിമതി ആരോപണം, 2G ആവട്ടെ, ആദർശ് ആവട്ടെ, ഒന്നും എവിടെ എത്തിയിട്ടില്ല. നത്തിങ് ഡൂയിങ്. റിജിൽ അല്ല, എനിക്ക് ഹാഷ്മി പറയാനുള്ളതെന്ന് വെച്ചാലേ ഈ അസ്വസ്ഥത ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അത് റോബർട്ട് വധര അടക്കം കേസിലെ പ്രതിയാണ്. ഇപ്പോ ഹാഷ്മി ചോദിക്കേണ്ടായി കേസ് എന്തായെന്ന്. കേസ് വിചാരണയിലാണ്, അത് കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ കോടതിയിലാണ് ഹാഷ്മി, അത് കോടതിയിലാണ്, തർക്കിക്കാൻ നിൽക്കരുത്. ആളുകൾ കൊടുത്ത സംഭാവന ദൈവത്തിന്റെ കുറിച്ച ചോദ്യം. ബാബു രാഷ്ട്രീയപരമായി ഇവർ ഉന്നയിക്കുന്ന ആരോപണം എടുക്കട്ടെ. ഇത് രാഷ്ട്രീയ ആരോപണമല്ലല്ലോ, ഇത് ദൈവത്തിന്റെ പേരിൽ പണം അടിച്ചു വരുന്ന അറിബാബു. രാമന്റെ പേരിൽ പണം കോടികൾ കട്ടുപിടിക്കുന്നതും ഈ പറയുന്ന അഴിമതി ആരോപണം ഒന്നല്ലെന്നാ പറയുന്നത്. വിട്ടേക്ക് ബാബു. രാമനേക്കാൾ വലുതാണ് രാജ്യം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാമനേക്കാൾ വലുതാണ് രാജ്യം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ആ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും കൊള്ള നടത്തി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോ പൊള്ളും, അത് പൊള്ളും. പിന്നെ രാമനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ അവകാശം? രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ്. രാമൻ കൊടുത്ത ആളാണ് ഈ കുട്ടിയുടെ നേതാവ്. രാമൻ വ്യക്തിപരമാവരുത്. നമ്മളെല്ലാം ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. വ്യക്തിപരമാവരുത്. പറഞ്ഞു പൂർത്തിയാക്കരുത്. സാമാന്യ മര്യാദയില്ലാതെ സംസാരിക്കുന്നോ?
ഒരു ചർച്ചയിൽ പാലിക്കേണ്ട ഒരു മര്യാദയില്ലേ? അല്ല, രാമനെ കുറിച്ച് പറയാൻ എന്താ അധികാരം ഇവനാരോ ചോദിക്കാൻ? നിങ്ങൾ കള്ളൻ അല്ല ഹാഷ്മി, ഞങ്ങൾ വിശ്വസിക്കുന്ന രാമനെ കുറിച്ച് ഞങ്ങൾ ചർച്ച അല്ല പോട്ടെ നമ്മൾ ഇവനെ അവനൊന്നും പറയല്ലേ, നമ്മൾ നമ്മൾ പരിശുദ്ധമായി ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇവനെ അവനൊന്നും വാക്കൊന്നും ഉപയോഗിക്കില്ലേ, നമുക്ക് അതല്ലാതെ രാഷ്ട്രീയം പറയാലോ. ശരി, നമുക്ക് അതല്ലാതെ ആരോപണം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാം. ശരി, ഞാൻ ഇടപെടലേക്ക് പോയിട്ട് ഓടി വരാം. ശരി, ഇടവേള. സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ സഞ്ജയ് റാവത്ത്, ശിവസേനയുടെ സഞ്ജയ് റാവത്ത് ആരോപിക്കുന്നത് ₹2,000 crore സ്റ്റോളൻ ഫ്രം രാം മന്ദിർ യൂസ് ടു സ്പ്ലിറ്റ് TMC ശിവസേന MPs. രാഷ്ട്രീയ ആരോപണമാണ്. എന്തായാലും സംഘപരിവാറിന് അങ്ങനെ MPമാരെ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയോധ്യയിൽ നിന്ന് സംഭാവനയുടെ പൈസ എടുത്തുകൊണ്ടുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പോട്ടെ. പക്ഷേ ശ്രീരാമൻ്റെ പേരിൽ, രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു അധമ സംഘത്തിൻ്റെ അവിശുദ്ധമായൊരു വാണിജ്യ കൂട്ടായ്മ, ഒരു കൊമേഴ്സ്യൽ കോക്കസ്, ഒരു നെക്സസ്, അതിലിനി ഈ പറയുന്ന ട്രസ്റ്റ് അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ, അതിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു കോക്കസ് അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് എത്രത്തോളം ശ്രീ സെബാസ്റ്റ്യൻ പോൾ ശരിയാണ്. രാമക്ഷേത്രത്തിന് ഉറപ്പായും ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലമുണ്ട്. ഏക് ധക്ക ഓർദോ കാശി മുദ്രാവാക്യം എന്ന മുദ്രാവാക്യം കേവലം മുദ്രാവാക്യമല്ല, രാഷ്ട്രീയ വഴി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അയോധ്യയിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളും സംഘപരിവാറുകാരല്ല. രാമൻ്റെ പ്യൂറായ എന്താണ് ഈ പറയുന്ന മര്യാദാ പുരുഷോത്തമനായ രാമനിൽ വിശ്വസിക്കുന്ന കുറേയധികം നിഷ്കളങ്ക വിശ്വാസികൾ അവിടെയുണ്ട്. അവരെ ഏത് രീതിയിൽ വേദനിപ്പിക്കുന്നതാണ് ആ കോക്കസ് വെളിപ്പെടൽ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ? രാമൻ എന്നത് ഒരു വിശ്വാസത്തിൻ്റെ സജീവമായ പ്രതീകമാണ്. അങ്ങനെ പറയാൻ എനിക്കെന്ത് അവകാശം എന്നായിരിക്കും ഇപ്പോൾ ബാബു ചോദിക്കാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ രാമന് ലഭിച്ച സംഭാവന അത് ഞങ്ങൾ കട്ടാൽ, ഞങ്ങൾ അപഹരിച്ചാൽ നിങ്ങൾക്കെന്താണ് അതിൽ കാര്യം എന്ന രീതിയിലേക്ക് ബാബുവിൻ്റെ ഡിഫൻസ് താഴ്ന്നു പോകുന്നുണ്ട്. നമുക്ക് ഈ അഴിമതി എന്നുള്ളത് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അത് സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ ആദ്യത്തെ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് മുതൽ തന്നെ നിരവധിയായ അഴിമതി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ കാര്യമൊക്കെ പരാമർശിക്കപ്പെട്ടു. അത് പൊതു സ്വത്താണ്, അല്ലെങ്കിൽ പൊതുധനത്തിൻ്റെ അപഹരണമാണ്. ഇവിടെയുള്ളത് വലിയ തോതിലുള്ളൊരു വിശ്വാസവഞ്ചനയാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ രാമനെക്കുറിച്ചുള്ള വിശ്വാസം അത്ര ലളിതമായ, നിസ്സാരമായ, ലഘൂകരിച്ച് കാണാവുന്ന വിശ്വാസമല്ല. അത്ര തീവ്രമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി രാമഭക്തർ, അത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടെ നൽകിയ സംഭാവന, അത് ഈ രീതിയിൽ അപഹരിക്കുക, അതിനെ വേണ്ടപ്പെട്ടവർ അതിനെ ന്യായീകരിക്കുക, അത് തടയുന്നതിനുള്ള പരിശ്രമം ഉണ്ടാകാതിരിക്കുക, അതൊക്കെ ഭക്തജനങ്ങൾക്ക് അങ്ങേയറ്റം വേദന ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ഒരു വിശ്വാസത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രസ്റ്റ്, നമ്മൾ ഈ അയോധ്യ ട്രസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു വിശ്വാസം, ആ ട്രസ്റ്റ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബാധ്യസ്ഥരാണ്. കാരണം അദ്ദേഹം ഇതിൽ അത്ര ഡീപ്പായി ഇൻവോൾവ് ചെയ്യപ്പെട്ട ഒരാളാണ്. സാധാരണ കാര്യം ശബരിമലയുടെ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെയല്ല. അപ്പോൾ എന്നിട്ടത് സംഭവിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് പറയുകയും, എന്താണോ ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് അതേ മാനദണ്ഡമനുസരിച്ചുള്ള ആവശ്യമെങ്കിലും അവിടെയും ഉണ്ടാകേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ഈ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തുമ്പോൾ അത് ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാകരുത്. അതുകൊണ്ട് ഇപ്പോൾ അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ കാലം മുതൽക്കെങ്കിലും ആരംഭിക്കുന്ന ഒരു വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ കഥകൾ, ആ ഒരു പശ്ചാത്തലം ഒക്കെ അവിടെ ഉണ്ട്. അതിലെങ്ങനെയാണ് ജുഡീഷ്യറി ഇടപെട്ടത്, അതിന് പരിഹാരമുണ്ടാക്കിയത്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒടുവിൽ അത് ഈ ഹിന്ദുക്കളുടെ കൈവശം എത്തിച്ചേർന്നു. അത് പ്രധാനമന്ത്രി തന്നെ, കാരണം BJPയുടെ ഒരു പ്രഖ്യാപിതമായ വാഗ്ദാനമായിരുന്നല്ലോ രാമക്ഷേത്രം എന്നുള്ളത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്ര നിർമ്മിതി പൂർത്തിയാക്കി അതിൻ്റെ പ്രതിഷ്ഠാകർമ്മവും നടത്തി. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ, ഒരു പവിത്രമായ ഒരു ഇടത്തിൽ അവിടെ വീണ് കിട്ടുന്ന ഈ സംഭാവന അത് വിശ്വാസികൾ നൽകുന്നതാണ്. അത് സംരക്ഷിക്കാനുള്ള സംവിധാനമില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതിനൊക്കെ RV ബാബുവിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അത് വല്ലാതെ നമ്മെ അലട്ടുന്ന പ്രശ്നമാണ്. ഇവിടെ ബാബു എൻ്റെ ഒരു പരാമർശം എടുത്ത് പറയുകയുണ്ടായി, ക്ഷേത്രഭരണം വിശ്വാസികളായ ഹിന്ദുക്കളെ ഏൽപ്പിക്കണം, അവിടെ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ എന്ത് കാര്യം എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്. ഇത്തരത്തിലുള്ള ഹിന്ദുക്കളെയാണ് ക്ഷേത്രഭരണം ഏൽപ്പിക്കേണ്ടതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഓർക്കുമ്പോൾ അഹിന്ദുവായ, ഹിന്ദുമതത്തിൽ വിശ്വസിക്കാത്ത എനിക്ക് പോലും വല്ലാത്ത സംഭ്രമവും ഭയവും തോന്നുന്നുണ്ട്. ഓക്കെ, ഷമീൻ, ഞാൻ അറിവുകൾക്ക് എത്താമേ. ഷമീൻ ഹാസൻ, ഇവിടെ എന്താണ് ഇപ്പോൾ
ചമ്പത്രായി ആണെങ്കിലും അനിൽ മിശ്ര ആണെങ്കിലും സാധാരണ ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഈ ട്രസ്റ്റിനെതിരെ ഇപ്പോൾ ശ്രീ സി കെ വിദ്യാസാഗർ അദ്ദേഹം വേറൊരു വിഷയത്തിലാണെങ്കിൽ കൂടിയും ട്രസ്റ്റിനെതിരെ ഒരു കേസ് നടത്തിയപ്പോൾ ബുദ്ധിമുട്ട് ഈ പോയ ദിവസം പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ കുറഞ്ഞത് ആ കേസിൽ വാദം കേട്ട് തീരുമാനം ഉണ്ടാവാൻ കുറഞ്ഞത് 25 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ അമ്മാതിരി നടന്നാൽ മാത്രമേ ഈ പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അത്രയും സങ്കീർണമാണ് ഈ ട്രസ്റ്റിനെതിരെയുള്ള കേസ് പറഞ്ഞു. പോട്ടെ, വേറെ കാര്യം, ചമ്പത്രായി ആണെങ്കിലും അനിൽ മിശ്ര ആണെങ്കിലും സാധാരണ RSS പ്രവർത്തകനല്ല, അയോധ്യ മൂവ്മെന്റ് മുഖങ്ങളാണ്, RSS ടോപ്പ് ബ്രാസ് നേതാക്കളാണ്, മോദിയുമായി അത്രയും ആഴത്തിൽ ഹൃദയബന്ധമുള്ള നേതാക്കളാണ്. അവരുടെ മൂക്കിന്റെ തുമ്പിൽ നടന്ന മാരക കൊള്ളയിൽ അവരറിഞ്ഞില്ല എന്ന സിമ്പിൾ ന്യായം പറഞ്ഞ് നിൽക്കൽ കുറഞ്ഞപക്ഷം രാമക്ഷേത്ര വിശ്വാസികളെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണോ ഷമീൻ ഹസൻ? ഹഷ്മിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ RV ബാബു പറഞ്ഞ 2 വാദങ്ങളോട് ചെറുതായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. RV ബാബുവിൻ്റെ വംശീയ പ്രചാരണങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തമാശകൾ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ഭരണം വിശ്വാസികൾക്ക് മാത്രമേ പറ്റൂ. അദ്ദേഹത്തോട് വഖഫ് ബോർഡിൻ്റെ ഭരണം ആർക്കാ പറ്റുമെന്ന് ചോദിച്ചു നോക്കൂ. അത്രയും ചോദിച്ചാൽ മതി, ഞാനതിൽ വിശദീകരിക്കണില്ല. വഖഫ് ബോർഡിൻ്റെ ഭരണം ആർക്കാ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ കാര്യം അദ്ദേഹം മാറ്റി പറയും. ഇനി ഞാൻ പറയട്ടെ ദയവേത് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. വഖഫ് ബോർഡിന്റെ നിയമവും ദേവസ്വം ബോർഡിന്റെ നിയമം ഒന്നാണോ? ഒരേ അധികാരമാണോ? ഒരേ നിയമ അവകാശം തടസ്സപ്പെടുത്തരുതെന്ന് പറയും അദ്ദേഹത്തിന്റെ പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ മറുപടി പറയട്ടെ. ചാനലിലേക്ക് ഒന്ന് പോകണം ആഷ്മി, അതുകൊണ്ടാണ് എന്റെ രണ്ടാമത്തെ RV ബാബുവിനോടുള്ള ചോദ്യം. ഈ കേന്ദ്ര സർക്കാരിന്റെ വേട്ടപ്പട്ടികളായ ED സോണിയാഗാന്ധിയെ വേട്ടയാടുമ്പോൾ ആരോപണ വിധേയരോടുള്ള വൃണിത ഹൃദയം എവിടെ പോയി? ഈ RV ബാബുവിന് വേണമെങ്കിൽ ബാബു ചേട്ടന്റെ തമാശകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ആഷ്മി ചോദിച്ച ചോദ്യം, അഴിമതി എന്ന് പറയുന്നത് ഈ രാജ്യത്ത്, ഞാൻ പറയട്ടെ, ഇത് ശരിയല്ല. അത് താങ്കളുടെ ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാം അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയട്ടെ RV ബാബു, ഞാൻ താങ്കളോട് മോശമായി ഒന്നും പറഞ്ഞില്ല. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ രാജ്യത്ത് അഴിമതിക്കെതിരായ അന്വേഷണം, ട്രസ്റ്റിന്റെ അന്വേഷണം മാത്രമല്ല, ഈ മറ്റു സാങ്കേതികതകളൊക്കെ ഉണ്ട്. അഴിമതി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അത് ലാലു പ്രസാദ് യാദവ് മുതൽ പിണറായി വിജയൻ വരെ അരവിന്ദ് കെജ്രിവാൾ വരെ ഇവർ വേട്ടയാടുന്നു. അവർ അഴിമതി നടത്തിയോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ ചോദ്യമാണ്. പക്ഷെ അഴിമതി എന്ന് പറയുന്നത് ഇവർക്കൊരു പൊളിറ്റിക്കൽ ടൂള് മാത്രമാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. അവർ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നില്ല. ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. പക്ഷേ ഈ കേസിലെ ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടുകയില്ല. ഒരുപക്ഷെ ഈ പാവപ്പെട്ട അവിടുത്തെ ജോലിക്കാർ, ഏറ്റവും തൂപ്പ് ജോലിക്കാരാണ് ഇത് അഴിമതി നടത്തിയത്, അവരുടെ ഒരു ഗൂഢാലോചനയായിരുന്നു എന്ന വിചിത്രമായ അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ ഇവർ കൊടുത്തേക്കാം, CBI കൊടുത്തേക്കാം, SIT കൊടുത്തേക്കാം. പക്ഷേ യഥാർത്ഥ പ്രതികൾ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ, RSSന് ഈ അഴിമതിയുടെ ആവശ്യമില്ല. RSSന്റെ മെക്കാനിസം സുപ്രീം കോടതി താലത്തിൽ RSSന് വെച്ചുകൊടുത്ത ഭൂമിയാണിത്. സുപ്രീം കോടതി RSS എന്ന വാക്ക് ഉപയോഗിച്ചില്ല, മറിച്ച് കേന്ദ്ര സർക്കാരിനോട് ട്രസ്റ്റ് രൂപീകരിക്കാൻ പറഞ്ഞു. ആരുടെ ട്രസ്റ്റാണ് രൂപീകരിക്കുക എന്ന് സുപ്രീം കോടതിക്കറിയാം. അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന, പ്രധാനമന്ത്രി നേരിട്ട് പോയി തുടങ്ങിവെച്ച, അവരുടെ RSSന്റെ നേതാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ട്രസ്റ്റ് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ പോലും ഗൗരവതരമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ, നേരത്തെ അയോധ്യയിലെ ജനങ്ങൾ, ഈ ഫൈസാബാദിലെ ജനങ്ങൾ എങ്ങനെയാണോ അയോധ്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്താൻ ഇവർ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്, അതുപോലെ UPയിലെ ജനങ്ങൾ ഇവരോട് പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ശ്രദ്ധിക്കണം. അയോധ്യ ചുറ്റി താങ്കൾ പറഞ്ഞ വികാരമാണ്, ശരിയാണ്, അത് വികാരമാണ്. പക്ഷേ സാധാരണ നിഷ്കളങ്കരായ വിശ്വാസികളുടെ വികാരമാണ്. അയോധ്യ ചുറ്റിപ്പറ്റി നേതാക്കൾ അഴിമതിയെ പറ്റി ആരോപണം ഇതാദ്യമേ വരുന്നതല്ല. കാശ്മീർ
ഞാൻ ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ന്യായീകരിച്ചോ? സെബാസ്റ്റ്യൻ സാറ് അത് എനിക്കെതിരെ ഒരു കുറ്റാരോപണം നടത്തിയപ്പോൾ താങ്കൾ അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഏതെങ്കിലും ആരെങ്കിലും ന്യായീകരിച്ചോ? ഈ കുറ്റത്തിൽ പ്രതികളായിട്ടുള്ള ചമ്പത് റായി ആണെങ്കിൽ ചമ്പത് റായി അവരെ അറസ്റ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ എനിക്കെന്തിനാണ് ഒരു നിസ്സഹായതയില്ല സെബാസ്റ്റ്യൻ സാർ? കാരണം ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകാം, സാധ്യതകൾ ഇത്തരം വലിയ നിങ്ങളുടെ സംഘടന ട്രസ്റ്റിന്ന് അദ്ദേഹം രാജിവെച്ചു. ട്രസ്റ്റ് അല്ലല്ല ട്രസ്റ്റ് പറഞ്ഞ ഒരു പച്ചക്കള്ളമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ED achieves 94.82 conviction rate in money laundering cases at end of 2025. ED അന്വേഷിക്കുന്ന 6444 അല്ല, കുറ്റപത്രം സമർപ്പിച്ച് 17 ശിക്ഷിക്കപ്പെട്ട അല്ലല്ല അറിവ് 2 കണക്കാം. അല്ല, കുറ്റപത്രം സമർപ്പിച്ച 17 കേസിൽ 9 എന്തോ ആണ് താങ്കൾ പറഞ്ഞ 95%. ബാക്കി കണക്കാ ലക്ഷം ആയിരക്കണക്കിന് കേസ്. അത് വിട്ടേക്ക്, നമ്മുടെ സമയത്തല്ല. 2 കണക്ക് ശരിയാ. അമീൻ ബാബു അല്ല സോറി അമീൻ ഹസൻ പറഞ്ഞ കണക്ക് ശരിയാണ്, അറിവോ പറഞ്ഞ കണക്ക് ശരിയാ. 2 കോൺടസ്റ്റ് ആണല്ലേ ഉള്ളൂ. വിട്ടേക്ക്, അത് നമ്മുടെ വിഷയമല്ല. 6000 കേസിൽ 9 പേരെ ശിക്ഷിക്കുന്നതാണോ സാറേ കൺവിഷൻ റേറ്റ്? അത് നമ്മുടെ വിഷയമല്ല. 6000 5000 ചിലവാനും കേസിൽ 7-8 പേരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് എന്ത് കൺവിഷൻ റേറ്റ് ആണ്? 444 കേസ്. ബാക്കി കേസിൽ മൊത്തം ഈ പറയുന്ന ഫ്രീസിങ്, ചോദ്യം ചെയ്യൽ ഇങ്ങനെ കിടക്കും. അത് ആ കേസ് 10-15 വർഷമായി അവിടെ വെച്ചുകൊണ്ടിരിക്കുക. ആ കേസ് പൂർത്തീകരിക്കുമ്പോഴല്ലേ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ അല്ല ചാറിയോ പറയുന്നത് ശരിയാണ്, അമീൻ ഹസൻ പറയുന്നത് ശരിയാണ്. കാരണം എന്താണ്, ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ച വളരെ കുറച്ച് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം നോക്കിയാൽ അറിവോ പറഞ്ഞത് ശരിയാണ്. അതേസമയം എടുത്ത കേസുകൾ ഈ പറയുന്ന സ്വത്ത് ഫ്രീസാക്കൽ, അറസ്റ്റ്, ഈ പറയുന്ന കസ്റ്റഡി, മാനഹാനി ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ 7-8 ആണ് ശിക്ഷിക്കപ്പെട്ട കേസ്. ഹാഷ്മി ഈ അയോധ്യയിലെ മോഷണം എല്ലാ കേസിലും ബാധകമല്ലേ? അത് അതർക്കൊന്നുമില്ല. എത്രയോ കേസുകളില് എത്രയോ വർഷം ജയിലിൽ കിടന്ന ആളെ നിരപരാധിയാണെന്ന് പറഞ്ഞു വിടുന്നു ഇല്ലേ? എത്രയോ കേസ് ഇപ്പോഴും എത്ര നിരപരാധികൾ ജയിലിൽ കിടക്കുന്നു നമുക്കറിയില്ലോ. അതിലാർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? വിചാരണ തടവുകാരെ കിടക്കുന്ന എത്ര പേരാ? നമ്മുടെ സമയമല്ല. ഓക്കെ അറിവ് താങ്കൾക്ക് മറ്റു ചർച്ചയിലേക്ക് പോകണം, എങ്കിൽ ഇടവേളയിലേക്ക് പോകണം. ഇടവേള. അഖിലേഷ് യാദവ് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത് സനാതൻ ധർമ്മയുടെ മറവിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ അവിടെ കെട്ടിപ്പടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് പ്രയോറിറ്റി മതമല്ല പണമാണെന്ന് പറയുന്നു അഖിലേഷ്. അവർക്ക് നേഷൻ ഫസ്റ്റ് അല്ല ഡൊണേഷൻ ഫസ്റ്റ് ആണ് എന്ന് ആരോപിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ SP-ക്ക് സമാജ്വാദി പാർട്ടിക്ക് അഖിലേഷ് യാദവിനോട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ ആയുധമാണ് അയോധ്യ ക്ഷേത്രക്കൊള്ള എന്ന് തർക്കം അവരത് പറയട്ടെ. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ശബരിമലയിൽ നമ്മൾ കണ്ടതിന് 50 ഇരട്ടിയെങ്കിലും ആഘാതത്തിലുള്ള വിശ്വാസി വഞ്ചനയാണ് അവിടെ ഉണ്ടായത്. അതിൽ 8 പേർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ആ കൊടൂര കൊള്ള എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് മാസ്റ്റർ ബ്രെയിൻസിലേക്ക് യഥാർത്ഥത്തിൽ ആ പണം ഇങ്ങോട്ടേക്ക് എത്തി എന്നവരിലേക്ക് അന്വേഷണം എത്തുമോ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.